യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമുക്കിപ്പൊ തന്നെ മാധുരി ചേച്ചിയെ കണ്ട് ഈ വിഷയം സംസാരിക്കാം. മാധുരി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളുമായിട്ടാ പൂജ വഴക്കിട്ടത്. അമ്മ എന്താ ഈ പറയുന്നത്? മാധുരി ചേച്ചിയായിട്ട് പൂജ വഴക്കിട്ടുന്നോ? വഴക്കല്ല, പറഞ്ഞു വന്നപ്പം രണ്ടുപേരും എതിർത്ത് സംസാരിച്ചു. അമ്മേ, ഞാനും അമ്മയൊക്കെ പൂജയോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ച് നമ്മളോട് അവള് തിരിച്ചു പെരുമാറിയ മനസ്സിലാക്കാം. പക്ഷെ കനകേച്ചി മാധുരി ചേച്ചിയൊക്കെ എല്ലാ കാലത്തും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മതി, ഇനി ഇത് ചൊറിഞ്ഞു പുണ്ണാക്കണ്ട. നാളെ ഇതൊരു വലിയ വിഷയമായി മാറാതിരിക്കാനാ ഞാൻ ഈ പറയുന്ന അമ്മേ. അമ്മ വാ, നമുക്ക് മാധുരി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണം. അതിനുശേഷം അരുണിമ ചേച്ചിയുടെ അടുത്ത് ഇതേപ്പറ്റി പറയണം. അർജുനും പൂജയായിട്ട് സംസാരിക്കാം. അരുണിമ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയിക്കണോ മധു? ആദ്യം മാധുരി ചേച്ചി ഒന്ന് കാണട്ടെ. അമ്മ വാ. വാ അമ്മേ. ചേച്ചി, ഞങ്ങള് ചേച്ചിയെ കാണാൻ വരുമായിരുന്നു. പൂജയുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലേ മാധുരി ചേച്ചി? അപ്പൊ നിങ്ങൾക്കല്ലേ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പൊ എന്തായി? നേരിട്ട് അനുഭവിച്ചില്ലേ? എന്തു പറ്റി മാധുരി? നീ കാര്യം പറ, എന്താ ഉണ്ടായത്? വീണ്ടും പൂജയായിട്ട് വഴക്കിട്ടോ? പിന്നെന്താ? ഇപ്പൊ എന്തായി അമ്മേ? നമുക്ക് പരിചയമുള്ള പൂജയാണോ ഇത്? അമ്മ പറ. അപ്പൊ ഇത്രയും കാലം അവള് നമ്മുടെ മുന്നിൽ അഭിനയിക്കായിരുന്നല്ലേ? അതല്ലേ സത്യം? ഇല്ല മധു, പൂജയ്ക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയുന്ന കുട്ടിയല്ല. പിന്നെ ഇപ്പൊ പെരുമാറിയതോ? അതിനൊരു മറുപടി നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ആശ്രമത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നീ പൂജയെക്കുറിച്ച് എന്തെങ്കിലും മോശം കേട്ടിട്ടുണ്ടോ? 3 വയസ്സുള്ളപ്പോ മുതൽ അവളെ വളർത്തിയ വിശ്വനാഥ സാറ് എപ്പോഴെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്വഭാവദൂഷ്യമുള്ള കുട്ടിയാണെങ്കിൽ ആ ആശ്രമത്തിന്റെ സ്വത്ത് മുഴുവൻ വിശ്വനാഥ സാറ് അവളുടെ പേരിൽ എഴുതി വെക്കുവോ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? അമ്മ അതിനുത്തരം പറ. ഞാനും ആലോചിക്കുന്നത് അതാ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൾ ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കമ്മീഷണർ വന്ന് അന്ന് നന്ദഗോപനെ പറ്റിയും അവന്റെ പഴയ ബന്ധത്തെ പറ്റിയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതായിരിക്കുമോ കാരണം? അരുണിമ ചേച്ചിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം നന്ദേട്ടന് ആ സ്ത്രീയായിട്ട് ഒരു ബന്ധം ഇല്ലായിരുന്നല്ലോ. പിന്നെന്താ? അവരായിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തല്ലോ. അതല്ല മധു, മനസ്സിൽ വിഗ്രഹം പോലെ കൊണ്ടുവരുന്ന അച്ഛനെ പറ്റി അങ്ങനെ കുറെ കഥകൾ കേട്ടതിന് ശേഷമാവുമോ അവൾ ഇങ്ങനെ ആയിട്ടുണ്ടാവുക? അമ്മ എന്ത് വർത്താനമ്മ ഈ പറയുന്നേ? അതിനുശേഷം പൂജ ഈ വീട്ടിലുണ്ടായിരുന്നല്ലേ? അപ്പോഴൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പൊ എങ്ങനെ വന്നു? എന്റെ അഭിപ്രായത്തില് ആ അപകടത്തിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. ഏതായാലും നമുക്ക് അരുണിമയോടും നന്ദനോടും കൂടി ഒന്ന് സംസാരിക്കാം. അവര് മുകളിലില്ലേ? നീ കൂടെ വാ മാധുരി. അവരിവിടെ ഇല്ലമ്മേ. എങ്ങോട്ട് പോയി? അവര് രാവിലെ സൂര്യപ്രഭയിലെ സ്വാമിയെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇത്ര നേരത്തെയോ? അതെ, അമ്പലത്തിൽ പോയി സ്വാമിയെ കണ്ടേ വരൂന്ന് പറഞ്ഞു.
എന്നാ പിന്നെ അവര് തിരിച്ചു വരട്ടെ. അതുവരെ ഇതേപ്പറ്റി ഇവിടെ ആരും ഒന്നും സംസാരിക്കണ്ട. സ്വാമിജി എന്താ ആലോചിക്കുന്നത്? മനുഷ്യ മനസ്സിനെ സ്വാമിജിയോളം മനസ്സിലാക്കിയിട്ടുള്ള അപൂർവ ആളുകളെ ഉള്ളൂ. പൂജയെ സ്വാമിജിക്ക് മുമ്പേ അറിയാവുന്നതല്ലേ? എന്താ സ്വാമി അവക്ക് പറ്റിയത്? അതിനു മുമ്പ് നിങ്ങൾക്ക് അവളിൽ എന്താണ് പ്രശ്നമായി തോന്നിയിട്ടുള്ളത് അത് പറയൂ. സ്വാമിക്കറിയാലോ ഞാനും പൂജമോളും എങ്ങനെയായിരുന്നു എന്ന്. അവളെന്റെ മകളാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവളെ ഞാൻ മകളായി അംഗീകരിച്ചതാണ്. എന്റെ ഓരോ ചലനവും അവള് തിരിച്ചറിയുമായിരുന്നു. എനിക്ക് വേദനിച്ചാലും ദേഷ്യം വന്നാലും ഒക്കെ അവളായിരുന്നു ആദ്യം മനസ്സിലാക്കുന്നത്. ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ അവളുടെ സ്വഭാവം പഴയതുപോലെ തന്നെയായിരുന്നു. നോക്കുന്നതല്ല, മനുഷ്യരുടെ പെരുമാറ്റത്തെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവരുടെ മനസ്സാണ്. പൂജയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മനസ്സിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതും കണ്ടെത്തേണ്ടതും. അതുണ്ട് സ്വാമിജി. പൂജയ്ക്കിപ്പോ ഞങ്ങളോടൊന്നല്ല, ആ വീട്ടിൽ ആരുമായിട്ടും വലിയ അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനോട് പോലും അവളൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാ പെരുമാറുന്നതെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ആക്സിഡന്റിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഹരിണിന് തന്നെ കാലങ്ങളോളം ഒരു ഓർമ്മയില്ലാതെ ജീവിച്ചതല്ലേ. ഇത് സ്വയമേ ഓർമ്മയില്ലായികയല്ല, പരിചയമില്ലാത്ത ഏതോ സ്ഥലത്ത് വന്ന് പെട്ടതുപോലെയാ ചില സമയത്തെ അവളുടെ പെരുമാറ്റം. തികച്ചും മറ്റൊരാളെ പോലെയാണ് അവള് പലപ്പോഴും പെരുമാറുന്നത് സ്വാമിജി. ആക്സിഡന്റിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞാ അവളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. വോക്കൽ കോഡിന് എന്തോ പറ്റി ശബ്ദം മാത്രം മാറിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശബ്ദത്തോടൊപ്പം ആറ്റിറ്റ്യൂഡും സ്വഭാവവും എല്ലാം മാറിപ്പോയിരിക്കുക. പൂജമോൾ ഒരിക്കലും പെരുമാറുന്ന രീതിയിലല്ല പലപ്പോഴും അവളുടെ പെരുമാറ്റം. എനിക്ക് മനസ്സിലായി. അവള് പഴയ രീതിയിൽ പെരുമാറി തുടങ്ങിയാൽ തന്നെ വീട്ടിലെ അന്തരീക്ഷത്തിന് വലിയ മാറ്റം തന്നെ വരും സ്വാമി. ആ കുട്ടിയുടെ മനസ്സറിയാനാണ് അന്ന് ഞാൻ ശ്രമിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവള് ആ സന്ദർഭത്തേക്ക് മറികടന്നു. അന്ന് ധ്യാനമുറിയിലേക്ക് പൂജയും കൂട്ടി ഞാൻ പോകുമ്പോ ആ കുട്ടി ബോധം കിട്ടി താഴെ വീണു. അതൊരു നാടകമാണെന്ന് അന്നേ എനിക്ക് മനസ്സിലായി.